നമ്മുടെ നാട്ടിലെ പോലെ ബെട്രോത്തൽ കഴിഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുകയല്ല. വിവാഹം കഴിഞ്ഞതിന് തുല്യമാണ്. അവൻ എൻ്റെ മണവാളനാണ്, അവൻ എൻ്റെ ഭർത്താവുമാണ്. അതുകൊണ്ടാണല്ലോ നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ടെന്ന് പറയുന്നത്. യെസ്, കർത്താവ് എന്നെ കണക്കാക്കുന്നത് അവൻ്റെ മണവാട്ടിയായിട്ടാണ്, അവൻ്റെ കാന്തയായിട്ടാണ്. ഞാൻ അവൻ്റെ കാന്തയാണ്, അവൻ എൻ്റെ കാന്തനാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമാണ്. ഇത് മാറ്റാൻ കഴിയുന്നതല്ല, ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. യേശു എന്നെ ഉപേക്ഷിക്കുകയില്ല, എനിക്ക് യേശുവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ബെട്രോത്തൽ കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ, ഞങ്ങൾ കാന്തനും കാന്തയുമാണ് എന്നുള്ളത് പോലെയാണ്. സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും, ആർപ്പ് വിളിയോടെ വരും. വന്ന് നിങ്ങളെ എൻ്റെ, അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഓ, ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ എൻ്റെ കർത്താവേ, ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ നിർജീവമായി ഇരുന്ന് വായിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ഹൃദയം തുടിക്കുന്നില്ലേ? തുടിക്കണം. അവൻ്റെ വരവിന് വേണ്ടിയുള്ള വലിയ ഒരുക്കം നമുക്കുണ്ടാകണം. ഒരു ഹൃദയത്തുടിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അവൻ്റെ വരവിന് വേണ്ടി അവൻ എന്നെ ഒരുക്കിയിരിക്കുകയാണ്, ഞാൻ അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അവൻ വരുന്നു. അവൻ ഒന്നാമത് വന്നത് എന്നെ മണവാട്ടിയാക്കാനാ, രണ്ടാമത് വരുന്നത് എന്നെ ചേർത്തുകൊള്ളുവാനാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എന്തെല്ലാം വെളിപ്പാട് പുസ്തകത്തിലും എല്ലാം നമ്മൾ കാണുന്ന വേദഭാഗങ്ങളിൽ, വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അവിടെ അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന കാര്യം, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. പിന്നെ ആരും അത് മായ്ക്കാൻ കഴിയില്ല. എൻ്റെ മേൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, മണവാട്ടിന്ന് എഴുതിയിട്ടുണ്ട്, കാന്തയെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ജയിക്കുന്നവൻ, അപ്പോൾ അത് നമ്മൾ ഓർക്കണം കേട്ടോ, ജയിക്കുന്നവനെ ചേർക്കാനാണ് യേശു വരുന്നത്. ജയിക്കുന്നവനെ. എന്നെങ്കിലും ഒരിക്കൽ കൈ ഒന്ന് പൊക്കി എന്നുള്ളത്, കൈ പൊക്കണ്ടെന്നല്ല, വെറുതെ ഒന്ന് കൈ പൊക്കിയതുകൊണ്ട് പലർക്കും ഒരു ചിന്തയുണ്ട്, ഏതെങ്കിലും ഒരു യോഗത്തിനൊന്ന് കൈ പൊക്കിയതുകൊണ്ട് ഞാൻ അങ്ങ് പോകുമെന്ന്. അല്ല, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും. പ്രിയമുള്ളവരെ, അതാണ് ഒരുക്കം, കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം. ജയിക്കുന്നവൻ. യെസ്, ഞാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്നത് ഒരു ജയാളിയുടെ ജീവിതം ജീവിക്കാനാണ്. കാരണം കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അവൻ്റെ വരവ് വേഗം, എത്രയും പെട്ടെന്ന്. ഐ കം ക്വിക്ക്ലി. ടൈം എനിക്കറിയത്തില്ല, എന്നാണ് ആർപ്പ് വിളി കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, അവൻ വരുന്നത് എന്നെ ചേർക്കാനാ. അതെനിക്ക് നന്നായിട്ടറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ എൻ്റെ 22-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന പല വേദഭാഗങ്ങൾ ഉണ്ട്. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കൽ ഉണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അവനെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, അവനെ ചേർക്കാനല്ല വരുന്നത്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. അപ്പം എനിക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് വരും, അത് കർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് കർത്താവ് വരുന്നത് ഏറ്റവും കർത്താവിൻ്റെ പ്രോമിസാണ്, അത് നടക്കും. പക്ഷേ എനിക്ക് ഒരുങ്ങാനുണ്ട്. ജയിക്കുന്നവനെ ഞാൻ ആലയത്തിൻ്റെ തൂണാക്കും. ഞാൻ ജയാളിയായി ജീവിക്കണം, ഞാൻ നീതിയോടെ ജീവിക്കണം, ഞാൻ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 22-ാം അധ്യായം അവസാനിക്കുന്നത് തന്നെ. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. സഭ പറയാണ്, ആമേൻ കർത്താവായ യേശുവേ വരണമേ. കർത്താവ് പറഞ്ഞു, ഞാൻ വേഗം വരുന്നു. യെസ്, അത് കർത്താവ് പറഞ്ഞതാ. ഞാൻ പറയാണ്, യെസ് ലോർഡ്, നീ വരണമേ,
നിൻ്റെ വരവാണ്, അതിന്നാണെങ്കിലും ഞാൻ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. താമസിക്കും എന്ന് നമ്മൾ ചിന്തിക്കരുത്. പലപ്പോഴും ഉണ്ടാകുന്നൊരു വലിയൊരു പ്രശ്നം ഇതാണ്. കർത്താവ് എത്ര നാളായിട്ട് പറയുന്നു വരുന്നു എന്ന്, പക്ഷെ ഇതുവരെ കണ്ടില്ലല്ലോ, ഇനിയും വരത്തില്ലായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. വരുമ്പം വരട്ടെ, അല്പം ഉറങ്ങിക്കളയാം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഉപമ, അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഉറക്കം ആർക്കും ഉണ്ടാകാം കേട്ടോ. കർത്താവിൻ്റെ വരവ് താമസിക്കുമ്പോൾ ഉറക്കം ആർക്കും ഉണ്ടാകാം. വിശുദ്ധന്മാർക്ക് പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവിടെ നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ: സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയ വാക്യമായത്. ബുദ്ധിയില്ലാത്തവർ മാത്രമല്ല ഉറങ്ങിയത്, എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. കാര്യം മണവാളൻ താമസിക്കുന്നു. ഇന്ന് സംഭവിക്കുന്ന പ്രശ്നം അതാ. മണവാളൻ്റെ വരവ് താമസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വരുമായിരിക്കും, എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ, ഉറങ്ങാം, ഇച്ചിരി നേരം ഉറങ്ങാം. കർത്താവിൻ്റെ വരവ് താമസം എന്ന് ചിന്തിച്ച് ഉറങ്ങരുത് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. ഞാൻ പറഞ്ഞ യഹൂദ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലുണ്ടല്ലോ. അർദ്ധരാത്രിയിലാണ് വന്നത്, 10 മണിക്കല്ല, ഉച്ചയ്ക്ക് വന്നില്ല, വൈകുന്നേരം വന്നില്ല, രാത്രി വന്നില്ല, അർദ്ധരാത്രിക്ക്. എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം, എപ്പോൾ വേണമെങ്കിലും. പക്ഷേ നമ്മൾ ഉറങ്ങാൻ പാടില്ല. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. ആദ്യം നമ്മൾ ചിന്തിക്കും ബുദ്ധിയില്ലാത്തവർ കിടന്ന് ഉറങ്ങിയെന്ന്. അല്ല, എല്ലാവരും ഉറങ്ങി. എണീറ്റപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നെന്ന്. എന്നറിയാമോ? എണ്ണ എടുത്തില്ല, എണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടില്ല, നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ഇത് ഒരുക്കമാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ മണവാളനെ എതിരേൽക്കാനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. അത് എണ്ണയല്ല അതിനകത്തെ വിഷയം. ഇതിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമുക്കുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവർ കർത്താവിൻ്റെ വരവിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. വരുമ്പോൾ ആരോടെങ്കിലും കടം വാങ്ങിക്കാം എന്നൊക്കെയല്ലേ അവർ ചിന്തിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് എണ്ണയോട് എടുത്തായിരുന്ന വല്ല കുഴപ്പമുണ്ടായിരുന്നു. അത് സാരമില്ലെന്നേ, കർത്താവ് വരട്ടെ, വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇച്ചിരി കടം വാങ്ങിക്കാമെന്ന് ചിന്തിച്ചു. അതിലൊക്കത്ത് പോയി ഓടിപ്പോയി വാങ്ങിക്കാമെന്ന്, അങ്ങനെയൊക്കെ ചിന്തിച്ച് കടം വാങ്ങിക്കാമെന്ന്. ഇല്ല, അവിടുന്നും ഇവിടുന്നും വാങ്ങിക്കാൻ പറ്റുന്നതല്ല ഈ എണ്ണ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഞാനവിടെ വാക്യങ്ങളെല്ലാം അവിടെ വായിക്കുന്നില്ല. കർത്താവ് വന്ന അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന് ശേഷം മറ്റേ കന്യകമാർ വന്നു, ഞങ്ങൾക്കും തുറക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് സത്യമായിട്ട് നിങ്ങൾ പറയുന്നു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. എപ്പോഴും ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിക്കുക മാത്രം പോരാ, ഒരുങ്ങിയിരിക്കുകയും വേണം. ഉണർന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇവരും ഉണർന്നല്ലോ, പക്ഷേ അവർ ഒരുങ്ങിയിരുന്നില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. നാളും നാഴികയും അറിയായിക കൊണ്ട്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നമുക്ക് അവസരങ്ങളെ കൊണ്ടെത്തന്നു. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി. പക്ഷേ വേറെ കാര്യമുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നടന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം പറ്റിയത്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് അവസരങ്ങളെ കൊണ്ടെത്തന്നു. ഒന്ന്, ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? യേശു ഒന്നാമത് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് അന്യരായിരുന്നു, പാപികളായിരുന്നു. പക്ഷെ കർത്താവ് വന്ന് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. നമുക്ക് മറുവിലയായി, നമുക്ക് പകരമായി അവൻ മരിച്ചു. അങ്ങനെ നമുക്ക് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായി, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി, ദൈവം നമ്മുടെ പിതാവായി, നമ്മൾ യേശുവിൻ്റെ മണവാട്ടിയായി. ഇതെല്ലാം അവസരങ്ങളാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്. ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ മണവാട്ടിയാണ്. ദൈവ സംസർഗത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ദൈവ സംസർഗത്തിൽ നമ്മൾ ജീവിക്കുന്നു. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം
നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ കർത്തൃത്വമെന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പോൾ ദൈവ സംസർഗത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് ഒന്നാമത് വന്ന് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടാണ്. ആ വീണ്ടെടുപ്പ് അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവ സംസർഗത്തിലെ ജീവിതം. യോഹന്നാൻ്റെ സുവിശേഷത്തിലും അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിന് താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് നമ്മളെ ദൈവം മക്കളാക്കി, നമ്മുടെ പാപങ്ങളെ വിടുവിച്ചു, ദൈവ മക്കളാക്കി, അവൻ്റെ മണവാട്ടിയാക്കി. മറ്റൊരു ഓപ്പർച്യൂണിറ്റിയൂടെ നമുക്ക് തന്നു. ഈ ദൈവവും ഒന്നിച്ച് സഹവസിക്കുവാനും ജീവിക്കുവാനുമുള്ള ഒരു അവസരം കർത്താവ് അവൻ്റെ ഒന്നാമത്തെ വരവിലൂടെ തന്നു. ഇവിടെ എഴുതിയിരിക്കുക, കർത്താവ് തന്നെ പറയുകയാണ്, എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവവും യേശുവും അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പണ്ട് യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇത് നമുക്ക് എബൈഡിങ് ഇൻ ജീസസ്, എബൈഡിങ് വിത്ത് ദ ഫാദർ, ഇതൊന്നും നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം എന്താണ്? അവനോട് കൂടെ വസിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്.